ഞാൻ ആദ്യം തന്നെ പറയാം, ഞാൻ കുറ്റമാണ് പറയുന്നത്, ഈ തള്ളയ്ക്ക് എന്താണ് എന്നൊന്നും അത് നിങ്ങളുടെ ഇഷ്ടം. എങ്ങനെ വേണമെങ്കിലും ഞാൻ പറയുന്ന വീഡിയോയ്ക്ക് പ്രതികരിക്കാം, അതിലൊന്നും കാര്യമില്ല. പക്ഷെ പറയേണ്ടത് നമുക്ക് പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്നലെ ഞാനൊരു വീഡിയോ കാണാനിടയായി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എറണാകുളത്താണെങ്കിൽ ഒരു കെട്ടിയനും കെട്ടികളും വേശ്യാലയം നടത്തിയിട്ട് കുറപ്പ് എണ്ണങ്ങളിനെ വിറ്റ് കാശുണ്ടാക്കിയ ആ മറ്റേ പക്ക വെടികളിനെ കാണുമ്പോഴും ഈ നമ്മുടെ യൂട്യൂബേഴ്സ് ഇങ്ങനെ മൊബൈലും കൊണ്ടുപോയിട്ട് ചേച്ചി ഇനി എന്താണ് ചെയ്യണത്, ഇനി എന്താ ചേച്ചി ചെയ്യണത്, ചേട്ടാ ഇപ്പം എന്താ ചെയ്യണത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പിന്നാലെ നടക്കണേ. അങ്ങനെയുള്ള കാശ് വാങ്ങിയിട്ട് തിന്നണേലും ഭേദം തീട്ടം തിന്നണതാണ് നല്ലത്. മനസ്സിലായില്ല? തീട്ടം പറഞ്ഞാൽ തീട്ടം തിന്നണം. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത്. അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടാണ്. അവൾ പക്ക വേശ്യയാണ്, പക്ക. ഞാൻ ആരാണെന്നുള്ളത് ഞാൻ ഈ വീഡിയോ കഴിഞ്ഞിട്ട് അവളുടെ ഒരു ഇതായിട്ട് ഞാൻ ഇട്ടോളാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആരിനെ പറഞ്ഞു. എനിക്ക് ഒരു മൊബൈലുള്ള കാരണം ഇങ്ങനെ കാണിക്കാനും തരവില്ല, ഇന്നാണ് ആൾ എന്ന് പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. തെറ്റ് ചെയ്യാത്തവരാരും ലോകത്തില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എല്ലാവരും തെറ്റ് ചെയ്യാത്തവരാരുമില്ല ഈ ലോകത്ത്. ചെറിയ ചെറിയ തെറ്റുകളും എല്ലാവരും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എന്ന് വെച്ചിട്ട് പണ്ടത്തുള്ള ആൾക്കാർ പറയുമാതിരി ഇറച്ചി തിന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ എല്ല് നമ്മൾ കഴുത്തി കെട്ടി തൂക്കില്ലല്ലോ. വല്ലവരും തൂക്കുമോ? ഞാനിത് ഇറച്ചിയാണ് തിന്നതെന്ന്, ചിക്കൻ്റെയാണ് തിന്നുക അല്ലെങ്കിൽ മട്ടൻ്റെയാണ് തിന്നുക, ആ എല്ലുകൾ നമ്മൾ കെട്ടി തൂക്കാറില്ല. അപ്പോൾ തെറ്റിയെന്നൊക്കെ ഒരു ഒളിവും മറവോടെ കൂടിയിട്ട് വേണം. ഇവളെ ഒരുത്തൻ പണിയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ പണിയാൻ വന്നവൻ്റെ എന്താ ഞാൻ പറയാം, അത് ഇവള് അതിനിട്ടങ്ങ് വർണ്ണിക്കുകയാണ്. ഇവള് കിടന്നിട്ടേ വർണ്ണിച്ചിട്ട് അത് വീഡിയോ ആയിട്ട് ഇട്ടിട്ട് ആൾക്കാരെ കാണാം. അവൾ വേശ്യയാണെന്നുള്ള കാര്യം ചിലപ്പോൾ പോണ ആണുങ്ങൾക്കൊക്കെ അറിയാം, അവൾ വേശ്യയാണെന്നുള്ള കാര്യം. പിന്നെ അത് ഈ നാട് മൊത്തം യൂട്യൂബിൽ ഇട്ടിട്ട് ഇതിങ്ങനെ ചെയ്യേണ്ട കാര്യമുണ്ടോ? നാണക്കേടല്ലേ ഇത്? അവൾക്ക് കെട്ടിയവനും ഉണ്ട് തോന്നുന്നുണ്ട്, നെറ്റത്തെ വലിയൊരു പൊട്ടൊക്കെ വെച്ചിട്ടാണ് അവൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഞാൻ ഇന്നലെ രാത്രി കിടക്കുമ്പോൾ ആരും കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇയർഫോൺ വെച്ചിട്ട് ഞാൻ ആ വീഡിയോ മൊത്തം കേട്ടു. ഇവളെന്താണ് ഇത്ര കിടന്ന് എന്തിനെ പറ്റിയാണ് ഇവൾ വർണ്ണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട്. അത്രയ്ക്ക് കാമപ്രാന്താണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. അവൻ വന്നവൻ അവൾക്ക് പോരെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്. ഇവളീ കൂത്തിച്ചിക്ക് അത് ചെയ്തുകൂടെ? പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഈ വേർഡുകൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത്രയും പറഞ്ഞില്ലെങ്കിൽ അത് എന്താ പറയുക, പോരായ്മയാണ്. ഇത്രയൊക്കെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ. ഞാനും ഒരു പെണ്ണാണ്. എന്താ യൂട്യൂബിൽ വന്നിട്ട് ഈ പെണ്ണുങ്ങളൊക്കെ കാണിക്കണമെന്നുള്ള കാര്യം അറിയേയില്ല. ഈ പക്ക വെടികളുടെ അടുത്താണ് പോയിട്ട് ആൾക്കാർ പോയിട്ട് ഈ ക്യാമറയും കൊണ്ടുപോയിട്ട് എന്താ ചെയ്യേണ്ടത്, ഏതാ ചെയ്യേണ്ടത്, എന്ത് ചെയ്യണത്, ഏത് ചെയ്യണത്. ഈ നമ്മളെ പോലെയുള്ള, ഞാനൊരു യൂട്യൂബർ ആയിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറയേണ്ട കാര്യം ഏതപ്പനാണെങ്കിലും ഞാൻ പറയും. നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്ത്. അപ്പോൾ ഓക്കെ ബൈ. ഞാൻ ആ വീഡിയോ, അവളുടെ വീഡിയോ, അവൾ ഇന്നലെ സംസാരിച്ച വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാനല്ല, ഞാൻ വേറെ വീഡിയോ ഞാനും സംസാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ.